നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് അത് വേറുള്ളവർക്ക് നമ്മുടെ തലയിൽ കയറി നിന്ന് ഡപ്പാങ്കൂത്ത് കളിക്കാനുള്ള ഒരു ലൈസൻസ് മാത്രമാണ് എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഗബ്രിയും ജിൻഡോയും ജാസ്മിനും ഒക്കെ അവിടെ പറഞ്ഞിട്ടുള്ള മോശപ്പെട്ട വാക്കുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് സിബിൻ കാണിച്ച ഗെസ്റ്റർ ഒരു തെറ്റേ അല്ല എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. അത്രയും വളരെ ചെറിയൊരു തെറ്റാണ്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കയ്യിൽ നിന്ന് പോയി സംഭവിച്ചു പോയതാണ്. സിബിൻ അപ്പോഴും മോശമായ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതിന് സിബിൻ സോറി പറയുക മാത്രമല്ല, അവള് പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ കേൾക്കാം, അനുസരിക്കാം, അവളുടെ കാലിൽ ശാസ്താംഗം പ്രണമിക്കാം എന്ന് വരെ പറയുന്നുണ്ട് സിബിൻ. അപ്പൊ പവർ ടീമിലുള്ള വേറുള്ളവരോട് ഒരാൾക്ക് എത്ര താഴാൻ പറ്റും അത്രയൊക്കെ ഒരാൾ താഴുന്നത് കൊണ്ടാണ് ആദ്യം പറഞ്ഞ പോലെ തലയിൽ കയറി ഡാൻസ് കളിക്കാൻ വരുന്നത്. പവർ ടീം ഇപ്പൊ ഒരു മീറ്റിംഗ് വെച്ചു. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ജാസ്മിന് ആ മീറ്റിംഗിൽ പങ്കെടുക്കാതെ ഡെൻ റൂമിൽ ഇരിക്കുകയാണ്. ജാസ്മിന്റെ സ്വന്തം റൂമിൽ പോലും അല്ല എന്ന് ഓർക്കണം, ഗബ്രിയുടെ റൂമിൽ ഇരിക്കുകയാണ് പിണങ്ങി. എനിക്ക് പറ്റില്ല, ഞാൻ വരില്ല എന്നാണ് പറയുന്നത്. അതിലും വലിയ പട്ടിഷമാണ് നോറയും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല, എനിക്ക് പവർ ടീമിനെ വിലയില്ല എന്നാണ് നോറ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് പൂജ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു ദിവസത്തെ ടൈം കൊടുക്കാം, അതിനുള്ളിൽ സിബിന് കൊടുക്കാനുള്ള പണിഷ്മെന്റ് കൊടുക്കാം എന്ന്. സിബിന് ഈ പണിഷ്മെന്റ് സ്വീകരിക്കേണ്ട ഒരു കാര്യമില്ല സത്യം പറഞ്ഞാല്. അതിലും വലിയ തെറ്റ് ചെയ്ത ഒരു പവർ റൂമിൽ കയറിയിട്ടുണ്ട്, ജാസ്മിൻ തന്നെ കയറ്റിയിട്ടുമുണ്ട്. അതാണ് ഇതിന്റെ അത് വിരോധാഭാസം. അപ്പൊ ഇതിനിടയ്ക്കാണ് കൈവച്ച് ആക്ഷൻ കാണിച്ചതൊക്കെ വലിയ തെറ്റാണെന്നൊക്കെ പറയുന്നത്. ഒരു തെറ്റുമല്ല ഇത്. സിബിൻ ഒരു ഗെയിമറായിട്ട് ചിന്തിക്കാതെ മനുഷ്യനായിട്ട് ചിന്തിച്ച് ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ചത് പുള്ളി ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയും. ചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങളും ന്യായീകരണവും ഒക്കെയാണ് അവിടെ പതിവ്. 100 പേജ് ന്യായീകരിച്ചാല് അത് ഓക്കെയാണ്, എല്ലാവരും അവിടെ കൈയടിച്ചോളും. അതിൽ നിന്നും വളരെ വ്യത്യസ്തനായ ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയാണ് DJ സിബിൻ. സിബിൻ മാപ്പ് പറഞ്ഞത് കണ്ടിട്ട് ഗബ്രി വരെ മാപ്പ് പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, അപ്പോളജിയിലൂടെ വരെ അവിടെ ഉള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സിബിന് സാധിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് സിബിൻ. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു നിലവാരവും ഇല്ലാത്തൊരു ആളായി പോയി എന്ന് മാത്രം. ജാസ്മിന്റെ മാമന്റെ മോനാണ് ബിഗ് ബോസ് എന്ന് പുള്ളിയും തെളിയിച്ചു. സിബിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എണീപ്പിച്ച് നിർത്തി വഴക്ക് പറഞ്ഞു. സിബിൻ നിലവാരം കാത്തു സൂക്ഷിക്കണമെന്ന്. എന്ത് നിലവാരം? തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് നിലവാര തകർച്ചയാണോ ബിഗ് ബോസെ? എന്നൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് സിബിന്. ലാലേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ ഇനി ശിക്ഷയൊന്നും കൊടുക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് തന്നെ ഇടപെട്ട് ഇത് ഈ ഒരു വിഷയം പരിഹരിച്ചു. ഇപ്പൊ ജയിൽ നോമിനേഷൻ നടക്കാൻ പോവുകയാണ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.